എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? പിന്നെ ഇന്നേ ഫെബ്രുവരി 14 കേട്ടോ. എല്ലാവർക്കും അറിയാലോ, വാലന്റൈൻസ് ഡേ ആണ് കേട്ടോ. വാലന്റൈൻസ് ഡേയുടെ ഗിഫ്റ്റ് ഉണ്ടോ? ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നെ ഭർത്താവ് തെളിയിച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം ഞാൻ നല്ല പോത്ത് പോലെ കിടന്ന് ഉറങ്ങുമായിരുന്നേ. കാരണം ഇന്ന് ഉച്ച കഴിഞ്ഞ് എനിക്ക് ജോലിയുണ്ട്. അപ്പം ഇന്നലെയും 2-3 ദിവസമായി പഠിപ്പിച്ച് ജോലി ചെയ്യുന്നു. അപ്പം ഭയങ്കര ക്ഷീണം. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു, ഒരു കാരണവശാൽ എന്നെ വിളിക്കല്ലേ, ഞാൻ ക്ഷീണം തീർന്നൊന്ന് ഉറങ്ങിക്കോട്ടെന്ന് കേട്ടോ. അന്നേരത്തേക്കിനും പുള്ളി എന്നോട് വന്ന് രാവിലെ തന്നെ വിളിച്ചിരിക്കുക, എഴുന്നേക്ക്. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, ഒന്നാലും എഴുന്നേക്കത്തില്ല, എനിക്ക് ഭയങ്കര ക്ഷീണം വന്നു പറഞ്ഞു കേട്ടോ. എന്നിട്ട് പിന്നെയും നിർബന്ധിച്ച് വിളിച്ച് എഴുന്നേപ്പിച്ച് കണ്ടോ. എനിക്ക് വളരെ സർപ്രൈസ്ഡ് ആയിപ്പോയി. ഇന്നലെ ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടെ വാർഡിലിരുന്ന് പറയുമായിരുന്നു, ഒന്നാണ് വാലന്റൈൻസ് ഡേ. പണ്ടൊക്കെയാണ് ഈ വാലന്റൈൻസ് ഡേ നമ്മളിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു അല്ലേ. കാര്യം പറഞ്ഞാൽ ഒരു വിശുദ്ധൻ്റെ ദിനമാണെങ്കിലും നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോക്ലേറ്റും പൂവും കിട്ടുമെന്നാണല്ലോ. അപ്പം ഞങ്ങൾ രണ്ടുപേരോട് പറയാണത്, 40 കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്തോന്ന് ചോക്ലേറ്റ് എന്തോന്ന് പോവുക, മിണ്ടാതിരിക്കാം എന്ന് പറഞ്ഞെടുത്തതേ ഇന്ന് വളരെ സർപ്രൈസ്ഡ് ആയിട്ട് എനിക്കൊരു റോസപ്പൂ ഇട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ വന്നത് നമ്മുടെ ഇന്നത്തെ ഫുഡിനെ പറ്റിയാണ്. ഇന്ന് ഞാൻ നമ്മുടെ ഓസ്ട്രേലിയയുടെ നാഷണൽ ആനിമൽ കങ്കാരു എന്നറിയാമല്ലോ, കാങ്ക്രൂ. കങ്കാരു നമ്മളെ കങ്കാരു എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നു, ഇവിടെ കാങ്ക്രൂ എന്ന് പറയും. അപ്പം അതിനെ ഞാൻ കറി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ഈ ഓസ്ട്രേലിയയിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കങ്കാരുക്കളുണ്ട്. അപ്പം ഗവൺമെൻറ് ചില ആൾക്കാർക്ക് ഈ കങ്കാരുക്കളെ കൊല്ലാനായിട്ട്, അതായത് അനുമതി കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിങ്ങനെ പെറ്റുപെരുകി ഇഷ്ടംപോലെ കങ്കാരുക്കളെ എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും പിന്നെ ഈ കൊമേഴ്ഷ്യലായിട്ട് കങ്കാരു മീറ്റ് സെല്ല് ചെയ്യാനായിട്ട് ഷൂട്ടേഴ്സിന് ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. കാരണം അതായത് ചില ലൈസൻസിലുള്ള ഷൂട്ടേഴ്സിന് ഈ കങ്കാരുവിനെ ഷൂട്ട് ചെയ്ത് കൊമേഴ്ഷ്യലായിട്ട് മീറ്റ് സെല്ല് ചെയ്യാം. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓസ്ട്രേലിയയിലെ നാഷണൽ മൃഗത്തെ കൊല്ലുന്നോ എന്നൊന്നും ആരും ചോദിച്ചേക്കരുത്. സൗദിയിൽ ക്യാമലിന്റെ മന്തി ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുള്ളതാണ്. ഒക്കെ ചില രാജ്യങ്ങളിലെ നാഷണൽ മൃഗത്തെയൊക്കെ കൊല്ലുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇനി ഓസ്ട്രേലിയ മാത്രമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. അപ്പം ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കങ്കാറിൻ്റെ ഒരു സ്റ്റേക്ക് വാങ്ങിച്ചേച്ച് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിരിക്കുന്ന ഒരു ഡിഷാണ് കേട്ടോ. അതൊന്ന് കാണുക. അത് വെച്ചൊരു ബർഗർ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയ വന്നിട്ടേ ഇനി കാങ്ക്രൂ സ്റ്റേക്ക് ഉണ്ടാക്കി കാണിച്ചില്ലെന്ന് പറയണ്ട കേട്ടോ. ഇവിടെ കാങ്ക്രൂ എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ കങ്കാരു എന്നല്ലേ പറഞ്ഞ് പഠിച്ചത്, ഇവിടെ കാങ്ക്രൂ എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പം നമ്മൾ സ്റ്റേക്ക് ഉണ്ടാക്കി കാണിച്ചേക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് കടയിൽ പോയപ്പോഴത്തേക്കിനും അതെ ഏകദേശം ഒരു 400 ഗ്രാം ഉള്ള ഒരു സ്റ്റേക്കിനുള്ള പീസ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനത് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ, ആ ഒരു കുഞ്ഞ് പീസ് ബട്ടർ ഉണ്ടോ, ആ ബട്ടർ ഞാനൊന്ന് മെൽറ്റ് ചെയ്യും. അതിലേക്ക് ആയിരിക്കുന്ന 2 ക്ലോവ്സ് ഗാർലിക്കും അതൊന്ന് ക്രഷ് ചെയ്യും. ആയിരിക്കുന്ന പെപ്പർ ഒന്ന് ക്രഷ് ചെയ്യും. അതെല്ലാം ഈ ബട്ടറിലേക്ക് ചേർക്കും. എന്നിട്ട് ഇത് കണ്ടോ, ഇതെല്ലാം മറ്റേ നമ്മുടെ ഡ്രൈഡ് ചില്ലീസ്, നമ്മുടെ ചില്ലി ഫ്ലേക്സ്, കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് ഉപ്പും കുറച്ച് തൈം കുറച്ച് റോസ്മേരി, ഇതെല്ലാം കൂടെ നമ്മൾ എല്ലാം ഉണ്ടല്ലോ ഓരോ നുള്ള്, അല്ലെങ്കിൽ ഇപ്പം മറ്റേ നമ്മുടെ ഡ്രൈഡ് ചില്ലിയിലെ അതൊരു 2 നുള്ള്, കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 2 നുള്ള് തൈം, 2 നുള്ള് റോസ്മേരി, അത്രേ എടുക്കുന്നുള്ളൂ കേട്ടോ. അതെല്ലാം കൂടെ എടുത്ത് നമ്മൾ ഈ മെൽറ്റ് ചെയ്ത ബട്ടറിലേക്ക് നമ്മൾ ചേർത്തിട്ട് ഈ കങ്കറിൽ നമ്മൾ തേച്ച് പിടിപ്പിക്കാൻ പോവുകയാണ് കേട്ടോ. മാരിനേറ്റ് ചെയ്തേക്കാം നമുക്ക്. ഇത് കണ്ടോ, ഞാനത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴേ ഈ പീസ് ഇങ്ങനെ അവരത് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നവർ. നമുക്കതുകൊണ്ട് കട്ട് ചെയ്യാനൊന്നും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി നമുക്കത് മെൽറ്റ് ചെയ്തിട്ടേ നമുക്ക് സീസണിങ് ചെയ്യാം. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ നല്ല ഒന്നാന്തരം കുരുമുളക് കേട്ടോ. ഞാൻ തന്നെ ക്രഷ് ചെയ്തെടുത്തു. നമുക്ക് അത് ഒരു 1/2 ടീസ്പൂൺ മതി. 1/2 ടീസ്പൂൺ നമുക്ക് ഈ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ ഞാനിവിടെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും മതി. മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടറിലേക്ക് ആഡ് ചെയ്യാമേ. ഇനി നമുക്ക് ഈ 1 ടേബിൾ സ്പൂൺ ഇച്ചിരി വലുതായിട്ടാണ് കേട്ടോ ക്രഷ്ഡ് ഗാർലിക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമേ. 1 ടീസ്പൂൺ ഉണ്ട് കേട്ടോ ക്രഷ്ഡ് ഗാർലിക്ക്. വേണ്ട ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം നമ്മുടെ ചില്ലി ഫ്ലേക്സ് കേട്ടോ. ഇത് ശരിക്കും ഓസ്ട്രേലിയൻ സീസണിങ്ങിൽ ഇല്ലാത്തതാണ്, പക്ഷേ നമുക്കൊരു ഇഷ്ടമുണ്ടല്ലോ അതുകൊണ്ട് ചേർക്കുന്നതാണ്. വേണ്ട 1 നുള്ള തൈം കേട്ടോ. ഇത് കേട്ടോ, ഇത്രയും മതി കേട്ടോ. ഇത് നല്ല ഫ്ലേവർ കൊടുക്കുമേ. 1 നുള്ള് റോസ്മേരി, അതൊക്കെ ഓരോ നുള്ളു മതി കേട്ടോ. നല്ല, ഞാൻ പറഞ്ഞില്ല അതിൻ്റെ ടേസ്റ്റ് നല്ലപോലെ അറിയാൻ പറ്റും നമുക്കിതിലെ. പിന്നെ കുറച്ച് നാരങ്ങാ നീര്, കുറച്ച് മതി ഇത് ടേസ്റ്റിന്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കേട്ടോ. ഇത്രയാണ് നമ്മുടെ മാരിനേഷൻ.
ഇത് നോക്കിക്കേ, അവർ കണ്ടോ തിൻ സ്ലൈസായിട്ട് ഒരുമാതിരി ചെറിയൊരു തുണി വിരിച്ചിട്ടിരിക്കുന്ന പോലെ ഒരു ടവലിൻ്റെ അത്രയും കനത്തിലാണ് കേട്ടോ അത് അവർ കട്ട് ചെയ്ത് തന്നിരിക്കുന്നത്. കണ്ടോ, അത് നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാനായിട്ടാണ് ഞാനിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മസാലയില്ലേ, മാരിനേഷൻ മസാല, അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരെ അത് ഫ്രൈ ചെയ്തെടുക്കുവാണ് കേട്ടോ. തൊമ്മിക്ക് അത് മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞ് തൊമ്മി നമുക്കത് മിക്സ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. കണ്ടോ, അപ്പം പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒലിവ് ഓയിലോ നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലുണ്ടോ ആ ഓയിൽ വെച്ച് നമുക്ക് യൂസ് ചെയ്യാമേ, ഒരു കുഴപ്പമില്ല. ബട്ടർ ആണെങ്കിൽ ബട്ടറിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ അല്ല, ഞാൻ പറഞ്ഞില്ല, നമുക്ക് കുറച്ച് ഓയിൽ മതി. സ്റ്റേക്കിന് അതിലും ഓയിൽ വേണ്ട. ബട്ടർ ആണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു കുറച്ച് ഓയിലേ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ, കാരണം നമ്മൾ ബട്ടറിലാണല്ലോ മാരിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ഇതിലേക്ക് നമുക്ക് ആ പീസസ് ആഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സൈഡിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ നല്ല ഹൈ ഹീറ്റിലിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഹീറ്റ് നമുക്ക് കുറച്ചിട്ട് ബാക്കി ചെയ്തെടുക്കാം. പെട്ടെന്ന് ആ 2 മിനിറ്റ്സ് കൊണ്ടാവും ഇത്. പെട്ടെന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേ കണ്ടോ, ഒരു ബാച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമല്ലേ കാണാനായിട്ട്. ഞാൻ മാരിനേഷനിലുണ്ടായിരുന്ന നമ്മുടെ ഗാർലിക്കൊക്കെ ആ ഓയിലിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഇറങ്ങിക്കോളും ഫ്ലേവർ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ടേ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഏകദേശം ഒരു 3 മിനിറ്റ് മതി ഇത് കുക്ക് ചെയ്യാനായിട്ട്. കാരണം അത്രയും തിന്നായിട്ട് അവർ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബർഗറിലൊക്കെ വെച്ചുകൊണ്ടൊക്കെ പോകാനായിട്ട് നല്ല ടേസ്റ്റാണ്. റാപ്പ് ഉണ്ടാക്കാനും ബർഗർ ഉണ്ടാക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. പക്ഷേ ഞാൻ ഇന്ന് എന്താ പറയുന്നത്, ഒരു സ്പെഷ്യൽ റൈസ് വെച്ചിട്ടുണ്ട്. സ്പെഷ്യൽ റൈസ് ഒന്നുമല്ല, ചുമ്മാ ഒരു എന്താ പറയുക, മന്തി റൈസ് പോലെ. റൈസ് മാത്രം നമ്മുടെ ഇച്ചിരി സാഫ്രോണൊക്കെ ഒഴിച്ച് ഇച്ചിരി എന്താ പറയുക കളർഫുള്ളായിട്ട് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ റൈസിൻ്റെ കൂടെ ഇതങ്ങ് പിള്ളേർക്ക് കൊടുക്കാം. ഒരു സൈഡായിട്ടുണ്ടേ തൊമ്മി എന്താ പറയുന്നത് ചട്ടുകമൊക്കെ ഇട്ട് വന്നിട്ടൊന്ന് തിരിച്ചിടുക. ചട്ടുകത്തിൻ്റെ ആവശ്യമില്ല, ടോങ്സ് മതി മോനെ എന്ന് പറഞ്ഞിട്ടൊന്നും അവൻ പറഞ്ഞു കുഴപ്പമില്ല, ഈസി എന്ന് പറഞ്ഞവനത് ചെയ്യുന്നുണ്ട്. ചെയ്യട്ടെ. പിള്ളേർക്കും കുക്കിങ്ങിനോടൊക്കെ താല്പര്യമുള്ളതെന്നത് നല്ല കാര്യമല്ലേ. നമുക്ക് പ്രായമാകുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി തരുമല്ലോ. ഒന്ന് ശ്രദ്ധിച്ച് മറിച്ചിടുന്നുണ്ട് കേട്ടോ. ഏകദേശം അത് ആയി. ഇനി 1 മിനിറ്റ് കൂടെ ആയാൽ നമ്മുടെ കാംഗ്രൂ സ്റ്റേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ആ ബട്ടർ ഇറങ്ങിയത് കണ്ടോ. സ്റ്റവ് ഓഫ് ചെയ്ത് കേട്ടോ. കറക്റ്റ് 3 മിനിറ്റ് കുക്കിങ്ങേ ഉള്ളൂ. ഇനി നമുക്കിത്, അതായത് ഓരോ സൈഡും 1.5 മിനിറ്റ് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യാമേ. വേണ്ടേ, ഇത് നമ്മുടെ ഇന്ത്യൻ വേർഷൻ ഓഫ് സെറ്റിംഗ് കേട്ടോ. ഇനി ഓസ്ട്രേലിയൻ വേർഷൻ അവിടെ തൊമ്മി നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. തൊമ്മിക്ക് ബർഗർ മതിയെന്നും പറഞ്ഞ് തൊമ്മി അത് വെച്ച് ബർഗർ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അത് അവൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാൻ കാണിക്കാം. കണ്ടോ, ഞാൻ പറഞ്ഞില്ല മന്തി റൈസ് പോലെ ജസ്റ്റ് റൈസൊന്നും ഉണ്ടാക്കിയിട്ട് ഇതുപോലെ കാംഗ്രൂ സ്റ്റേക്ക് നടുക്ക് വെച്ചേച്ച് ഇതിൻ്റെ കൂടെ മയോണൈസൊക്കെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി എൻ്റെ ഓസ്ട്രേലിയൻ വേർഷൻ ഒന്ന് റെഡി ആയിട്ട് കാണിക്കാം. ദേ കണ്ടോ, തൊമ്മിയുടെ ഓസ്ട്രേലിയൻ വേർഷനല്ലേ, തൊമ്മി ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. കെയിലിൻ്റെ ലീഫൊക്കെ വെച്ച് പിന്നെന്താ നമ്മുടെ ഇച്ചിരി ടൊമാറ്റോ ഒക്കെ വെച്ച്. ദേ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരം ഓസ്ട്രേലിയൻ രീതിയിൽ അവൻ ബർഗർ ഉണ്ടാക്കി കഴിച്ചതാണ്. അവന് റൈസ് വലിയ പിടിയില്ല, കുഴപ്പമില്ല, അവനിഷ്ടമുള്ള രീതിയിൽ അവൻ കഴിക്കട്ടെ. കണ്ടോ, റോജോയ്ക്കും അന്നക്കുട്ടിക്കുള്ളതാണ് ദേ ആയിരിക്കുന്നത്. അതേ രീതി പ്ലേറ്റ് സെറ്റ് ചെയ്ത് നമ്മൾ അന്നക്കുട്ടിക്കും റോജോയ്ക്കും കൂടെ കൊടുക്കും. കണ്ടോ, ഓസ്ട്രേലിയൻ വേർഷനും ഇന്ത്യൻ വേർഷനും അടുത്തടുത്ത് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ കങ്കാരുവിൻ്റെ മീറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടല്ലോ അല്ലേ. വളരെ ഈസി അല്ലേ, വളരെ ഷോർട്ട് ടൈം മതി അത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ, ഇനി ഓസ്ട്രേലിയ തന്നെയുള്ളവർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി കാണിച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ കങ്കാരുവിൻ്റെ മീറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഏറ്റവും ലെസ് ഫാറ്റ് ഉള്ളൊരു മീറ്റാണ്, വളരെ ഹെൽത്തിയാണ്. ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ, ഇപ്പം മീറ്റ് നമ്മുടെ ബീഫിനെ അപേക്ഷിച്ച് വളരെ കുറച്ച് ഫാറ്റാണെന്ന് പറയുന്നത്. അതായത് വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു മീറ്റാണ് കങ്കാരു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം കേട്ടോ. താങ്ക് യു.